160 യാത്രക്കാരാണ് വിമാനത്തിലുണ്ടായിരുന്നത്. അതിൽ പ്രായമായവരും കുട്ടികളും അടക്കമാണ് ഈ 160 യാത്രക്കാരുണ്ടായിരുന്നത്. അവരെല്ലാം സുരക്ഷിതരാണ്. അവരെ ഈ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ തന്നെ അവർ നിലവിൽ ഇപ്പോൾ ഉണ്ട്. അവരെ റോഡ് മാർഗം തിരികെ കരിപ്പൂരിലേക്ക് എത്തിക്കുമെന്നാണ് സിയാൽ അറിയിച്ചിരിക്കുന്നത്. പക്ഷേ അതിൽ ഒരു ആശങ്ക ഈ അവിടെയുള്ള യാത്രക്കാർ അറിയിക്കുന്നുണ്ട്. കാരണം അവർക്ക് ഈ കാസർഗോഡ് പോലെയുള്ള ഇടങ്ങളിൽ താമസിക്കുന്ന ആളുകളാണ് കൂടുതലായിട്ടും ഈ വിമാനത്തിലുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഈ കോഴിക്കോട് എത്തിയിട്ടും അതിന് വീണ്ടും മണിക്കൂറുകൾ യാത്ര ചെയ്യേണ്ട ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ മറ്റൊരു വിമാനം തയ്യാറാക്കി നൽകണമെന്നുള്ള ആവശ്യമാണ് യാത്രക്കാർ ഉന്നയിക്കുന്നത്. അത് മാത്രമല്ല അവർക്ക് വേണ്ട സൗകര്യങ്ങളും നൽകുന്നില്ല എന്നുള്ളൊരു പരാതി യാത്രക്കാരുടെ ഭാഗത്ത് നമ്മുടെ അവിടെയുള്ള ചില ആളുകളുമായിട്ടൊക്കെ നമ്മൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ആളുകളുടെ ഭാഗത്ത് നിന്നും പറയുന്നത് അവർക്ക് വേണ്ട ഭക്ഷണ സൗകര്യങ്ങൾ പോലും ഒരുക്കി നൽകിയിട്ടില്ല എന്നുള്ള ഒരു ആശങ്ക അവർ അറിയിക്കുന്നുണ്ട്. അതിൽ കൃത്യമായിട്ടുള്ളൊരു പരിഹാരം ഉണ്ടായിട്ടില്ല എന്നും അവർ അറിയിക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ സിയാലുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞപ്പോൾ അവർ അറിയിച്ചിരുന്നത് അവർക്ക് റോഡ് മാർഗം പോകുന്നതിന് വേണ്ടിയിട്ടുള്ള സൗകര്യം ഒരുക്കും. പിന്നീട് അവർ അതുവരെ അതിനുള്ള സൗകര്യം ഒരുക്കുന്നത് വരെ ഒരു ഹോട്ടലിലേക്ക് മാറ്റുമെന്നായിരുന്നു ആദ്യം അവർ അറിയിച്ചിരുന്നത്. പിന്നീട് അവരെ വിശ്രമ ഹാളിലേക്ക് മാറ്റി. പക്ഷേ അപ്പോഴും അവർക്ക് കൃത്യമായിട്ടുള്ള ഒരു സൗകര്യം ഒരുക്കി നൽകുന്നില്ല എന്നാണ് യാത്രക്കാരുടെ ഭാഗത്തു നിന്നും ഉയർന്നു വരുന്ന പ്രതിഷേധം. ഇനി ഈ സംഭവത്തിലേക്ക് കടക്കുകയാണ് എങ്കിൽ ജിക്ക് വലിയൊരു ദുരന്തമാണ് ഒഴിവായിരിക്കുന്നത് എന്ന് നമുക്ക് തീർച്ചയായിട്ടും പറയാനായിട്ട് സാധിക്കും. കാരണം ജിദ്ദയിൽ നിന്ന് കരിപ്പൂരിലേക്ക് ഏകദേശം 1:15 ഇന്ന് പുലർച്ചെ 1:15 കൂടിയാണ് എയർ ഇന്ത്യ വിമാനം പുറപ്പെടുന്നത്. അതിനെ തുടർന്ന് അവിടുന്ന് പുറപ്പെട്ടതിന് ശേഷമാണ് വിമാനത്തിന് സാങ്കേതികമായിട്ടുള്ള ചില തകരാറുകൾ ഉണ്ട് എന്നുള്ള കാര്യം പൈലറ്റിന് മനസ്സിലാക്കുന്നത്. അതിൽ ലാൻഡിംഗ് തിരികെ എത്താൻ ഈ റിപ്പോർട്ടിലേക്ക്